എക്സിറ്റ് പോളുകളിലേക്കാളധികം ഫലമുണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് UDF തരംഗം അത് എക്സിറ്റ് പോളിൽ ഇല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂർ അടക്കം വലിയ മാറ്റമുണ്ടാകും. എക്സിറ്റ് പോളുകളെ മാത്രം പരിഗണിക്കുന്നില്ല. UDF തരംഗമുണ്ടാവും. 4-ാം തീയതി UDFന്റെ ദിവസം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ തുറന്ന ചർച്ചകൾക്കില്ല. കത്ത് വിവാദത്തിൽ അത്തരമൊരു കത്ത് ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥ വിധിയിലേ വിശ്വസിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒന്നുമല്ല വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനൊക്കെ കൂടുതൽ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഫീൽഡിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഓർഗനൈസേഴ്സുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. എക്സിറ്റ് പോളുകളെ അതിജീവിക്കുന്ന വിജയമായിരിക്കും. എക്സാക്ട് ഇതിനേക്കാൾ വലിയ വിജയമായിരിക്കും ഉണ്ടാവും. 100 എന്നുള്ളതായിരുന്നല്ലോ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂരിലടക്കം അത്ഭുതങ്ങൾ ഉണ്ടാവും. അല്ല, 100 എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ല, ഞങ്ങൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. എക്സിറ്റ് പോളുടെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല ഫലങ്ങൾ വരാറുള്ളത്. അത് കൃത്യമായിട്ടും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ കേരളത്തിലെ ഫലങ്ങൾ വെച്ച് മാത്രമല്ല. ഈ എക്സിറ്റ് പോളിന്റെ ഒരു വലിയ തരംഗം UDF തരംഗം കാണുന്നില്ല. അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കണ്ടത് തരംഗം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരം, ഇന്ദിരാ ഗ്യാരണ്ടിയോടുള്ള ഏറ്റവും ശക്തമായ പ്രതിബദ്ധത, അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസത്തെ കാര്യമുള്ളൂ. 4 ദിവസമില്ല, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വരുന്നവരെ കാത്തിരിക്കാം. നമ്മളിതിനകത്ത് തലമുണ്ടാക്കുന്ന കാര്യം 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ UDFനെ വീണ്ടും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്തരം കാര്യം ഞങ്ങളിപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതനുസരിച്ച് മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.